കുറേ പ്ലാനിങ് ആക്കിയെങ്കിൽ എല്ലാം മടുങ്ങുന്ന കൊണ്ട് നമുക്ക് പ്ലാനിങ് ഒന്നും ആക്കാത്ത ഒരു ഫാമിലി ട്രിപ്പ് പോയിട്ട് വരാം. 10 മണിക്ക് ക്യാൻസൽട്ട് ഞങ്ങൾക്ക് ഇഞ്ഞത് 2 മണിക്കാണ്. പൊരേന്ന് കീയുമ്പോ ബർക്കത്ത് ചൊരിഞ്ഞ പോലെ നല്ല മഴയെല്ലാം പോകുമ്പോ ഒരു വൈബിന് കണ്ട ഷോപ്പിലെല്ലാം കയറി. അങ്ങനെ ഒരു 10 മണിയാകുമ്പോ ഞമ്മ മൈസൂർ റീച്ചായി. ഞങ്ങ അവല് സഭയ്ക്ക് എത്തിയോണ്ട് തന്നെ ഷോപ്പ് എന്തോ ഓപ്പൺ ഉണ്ടായിട്ട. പിന്നെ ഓപ്പൺ ഉണ്ടായ ഒരു റെസ്റ്റോറന്റ് നോക്കിയിട്ട് കയറി. ഞാൻ എന്നാട്ട് നീളത്തിലുള്ള മസാല ദോശാണ് ഓർഡർ ആക്കിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഫസ്റ്റ് ലക്ഷ്യം മൈസൂർ സൂ ആണ്. ട്രിപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒത്തൊരുമ. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇണക്കുരുവികളെ കാണാൻ പോയി. ഈനെന്തിനു ഓർ ഇത്ര അതിശയിച്ചിട്ട് നോക്കുന്നതെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ഒരു സമയം കൂട്ടിലായോണ്ട് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കാണുന്നുണ്ടാവും അല്ലേ. ആടുന്ന് ഇത്ര ദൂരം വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാതെ അങ്ങനെ അല്പം പോസ് ആവാം. രാജാവിന് ഞമ്മ നോക്കിയത് പിടിച്ചിട്ടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഓളയിൽ മറ്റും ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ആടുള്ള എല്ലാ അന്തേവാസികളെയും കണ്ടിട്ട് ആടുന്നിറങ്ങി. പോകുമ്പോ ഉണ്ടായ എനർജി ആർക്കും ഉണ്ടായിട്ട. ആടുന്നുണ്ടാകുന്ന 4-5 കിലോമീറ്റർ അല്ലേ നടന്നത്. ആടുന്ന് പിന്നെ നേരെ പോയത് പയാനാക്കാഞ്ഞി. കാർ ക്രേസ് ഉള്ളവർക്ക് പോയാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. പണ്ട് സീപ്പാന്റെ കാലത്തുണ്ടായ കാറെല്ലാം ഉണ്ടായി. അനക്കൊരു കുന്തം അറിയാത്തോണ്ട് തന്നെ ഞാൻ എന്നെല്ലാം നോക്കിട്ട് വന്നു. പ്രളയം പ്രളയം ദുഷ്കൃത വലയം പ്രബലം പ്രചലം ദുർദമനിലയം അസനിപ്പാത അജസ്ര പ്രകരം തിമിര ലോക സമവാകാരം ഗർജിഞ്ചെ പർജന്യം ഘോരാതി ഘോര ദൗർജന്യം. ഞാൻ നോക്കിയതല്ലേ, നിങ്ങൾക്കും കാണിക്കാന്ന് വിചാരിച്ചു. എന്നാ ശരി, ഇറ്റ്സ് നോട്ട് എൻഡ്, ജസ്റ്റ് സ്റ്റാർട്ടിങ്. ഡോയ് ഡോയ്.